Hi my dear friends, hope you are all doing well. ഇന്ന് നമുക്ക് എ ഫേബിൾ ഫോർ ടുമോറോ ബൈ റേച്ചൽ കാർസൺ ഡിസ്കസ് ചെയ്യാം. റേച്ചൽ കാർസനെ കുറിച്ച് പറയുകയാണെങ്കിൽ റേച്ചൽ കാർസൺ ഒരു സമുദ്ര ജീവശാസ്ത്രജ്ഞ, അതായത് മറൈൻ ബയോളജിസ്റ്റ് ആയിരുന്നു. അതുപോലെ പ്രകൃതിയെക്കുറിച്ച് എഴുതുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു. അതുപോലെ തൻ്റെ വർക്കുകളിലൂടെ പബ്ലിക് അവയർനെസ് കൊണ്ടുവരാൻ അവർക്ക് നിറയെ കഴിഞ്ഞു. ഇനി ഫേബിൾ ഫോർ ടുമോറോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സൈലൻറ്റ് സ്പ്രിംഗ് എന്നുള്ള ഒരു എൻവയോൺമെൻറ്റൽ സയൻസ് ബുക്കാണ്. അപ്പോൾ അതിൽ 17 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എ ഫേബിൾ ഫോർ ടുമോറോ. അപ്പോൾ ഈ സൈലൻറ്റ് സ്പ്രിംഗ് പബ്ലിഷ് ചെയ്തത് 1962 ഇനി ഈ ഫേബിൾ ഫോർ ടുമോറോയുടെ സെൻട്രൽ ഐഡിയ എന്താണ് എന്ന് ചോദിച്ചാൽ, കീടനാശിനികളുടെ അമിത ഉപയോഗത്തെക്കുറിച്ച് ഒരു അവയർനെസ് സൃഷ്ടിക്കുക ആളുകളിൽ. അതുപോലെ റേച്ചൽ കാർസൻ്റെ എ ഫേബിൾ ഫോർ ടുമോറോ ഒരു എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു കാറ്റലിസ്റ്റ്, എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റിന് ഒരു കാറ്റലിസ്റ്റായി എന്ന് പറയാം, ഒരു ഉത്തേജകമായി മാറി എന്ന് തന്നെ പറയാം. കാരണം കീടനാശിനികളുടെ അപകടത്തെക്കുറിച്ചും അതുപോലെ പൊതുജന അവബോധം വളർത്തുകയും DDT അതുപോലെ മറ്റ് വസ്തുക്കളുടെ നിരോധനത്തിലേക്ക് ഈ ഫേബിൾ ഫോർ ടുമോറോ എന്നുള്ള അവരുടെ ഈ ഒരു വർക്ക് നയിച്ചു. ഇനി നമുക്ക് എ ഫേബിൾ ഫോർ ടുമോറോ റീഡ് ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. There was once a town in the heart of America where all life seemed to live in harmony with its surroundings. There was once എന്നാണ് പറയുന്നത് കേട്ടോ. അമേരിക്കയുടെ ഹൃദയഭാഗത്ത് എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ ചുറ്റുപാടുകളുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു പട്ടണം ഒരിക്കൽ ഉണ്ടായിരുന്നു. അപ്പം ദ ടൗൺ ലേ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ ചെക്കർ ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എന്നൊക്കെ തന്നെ പറയാം. ദ ടൗൺ ലേ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ ചെക്കർ ബോർഡ് ഓഫ് പ്രോസ്പെറസ് ഫാംസ് വിത്ത് ഫീൽഡ്സ് ഓഫ് ഗ്രെയിൻ ആൻഡ് ഹിൽ സൈഡ്സ് ഓഫ് ഓർച്ചർഡ് എന്ന് വെച്ചാൽ തോട്ടം. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാന്യപാടങ്ങളും തോട്ടങ്ങളുടെ കുന്നിൻ ചെരുവുകളും സമ്പന്നമായ ഒരു കൃഷിയിടങ്ങളുടെ നടുവിലായിരുന്നു ആ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ചെക്കർ ബോർഡ് എന്ന് പറയുമ്പോൾ ഈ വിവിധ വയലുകളും കൃഷിയിടങ്ങളും ചേർന്ന ആ ഭൂപ്രകൃതിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണം. ഒരു ഓർഡർ, ഒരു സ്ട്രക്ചറൊക്കെ ആയിട്ടുള്ള നിങ്ങളുടെ മനസ്സിൽ തന്നെ കൊണ്ടുവന്നാൽ മതി ആ വയലുകളും കൃഷിയിടങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഓർഗനൈസ്ഡ് ആൻഡ് ബാലൻസ്ഡ് എക്കോസിസ്റ്റമാണ് എന്നാണ് വിവരിക്കുന്നത്. അതുപോലെ ഫീൽഡ്സ് ഓഫ് ഗ്രെയിൻ ആൻഡ് ഹിൽ സൈഡ്സ് ഓഫ് ഓർച്ചർഡ് തോട്ടം. അപ്പം പ്രകൃതി സൗന്ദര്യത്താലും വിഭവങ്ങളാലും സമ്പന്നമായ ഒരു ഭൂപ്രകൃതിയുടെ ചിത്രമാണ് ഈ വിവരണം നമുക്ക് നൽകുന്നത്. അതായത് സമൃദ്ധമായ വയലുകളും തോട്ടങ്ങളും കൊണ്ട് ആ പട്ടണം ചുറ്റപ്പെട്ടിരിക്കുന്നു. വൈറ്റ് ക്ലൗഡ്സ് ഓഫ് ബ്ലൂം ഡ്രിഫ്റ്റഡ് എബവ് ദ ഗ്രീൻ ഫീൽഡ്സ്. അപ്പം വസന്തകാല സമൃദ്ധിയുടെ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ഒരു മനോഹര കാഴ്ചയാണ് നമുക്ക് ഈ വരികൾ പകർന്നു നൽകുന്നത്. അത് വെളുത്ത പൂക്കൾ കൊണ്ട് മൂടപ്പെട്ട ആ മരങ്ങൾ, പൊതിഞ്ഞ ആ മരങ്ങൾ മേഘങ്ങളോട് സാമ്യമുണ്ട് എന്ന് പറയുകയാണ്. അത് അബൻഡൻസ് ആയിട്ട് തിങ്ങ് ആ മരങ്ങൾ നിറയെ പൂക്കളുണ്ട് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡ്രിഫ്റ്റഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ജെൻറ്റിൽ മൂവ്മെൻറ്റ് ഓഫ് ദ ഫ്ലവേഴ്സ്, ആ കാറ്റ് വീശുമ്പോഴുള്ള ആ പൂക്കളുടെ ആ ചെറിയൊരു മൂവ്മെൻ്റ് ഇല്ലേ, അതിനെയാണ് ഡ്രിഫ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എസ്തെറ്റിക്കലി ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഇമേജറിയാണ് നമുക്ക് റേച്ചൽ കാർസൺ പകർന്നു തരുന്നത്. അപ്പോൾ ഈ ഇമേജറി എന്ന് പറയുന്നത് ഒരു സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ ശാന്തതയുടെ ഒരു വിവരണമാണ്. അപ്പോൾ ഉൽപാദനക്ഷമത മാത്രമല്ല, അതുപോലെ തന്നെ സൗന്ദര്യാത്മകവും മനോഹരവുമായ ഒരു ഭൂപ്രകൃതിയുടെ ആ നടുവിൽ ആ പട്ടണം സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇൻ ഓട്ടം oak and maple and birch set up a blaze of color that flamed and flickered across a backdrop of pines. അപ്പോൾ ഓട്ടം സീസൺ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇലയൊക്കെ പൊഴിയുന്ന സീസണാണ് ഓട്ടം സീസൺ. അപ്പം മരങ്ങളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്ക് മരം, മാപ്പിള്, ബിർച്ച് ട്രീയിലെ ആ ഇലകളൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇല പൊഴിയുമ്പോൾ നമുക്കറിയാം ചില ഇലകൾ ഒരു യെല്ലോ കളർ അടിക്കും, ചില കളർ ഒരു ലൈറ്റ് റെഡ് കളറിൽ വരും, ചിലതൊരു ബ്രൗൺ കളറിൽ വരും ആ ഇല പൊഴിയുന്നതിന് മുമ്പായിട്ട്. അപ്പം അതിനെയാണ് ഇവിടെ പറയുന്നത് സെറ്റപ്പ് എ ബ്ലേസ് ഓഫ് കളർ ദാറ്റ് ഫ്ലെയിംഡ് ആൻഡ് ഫ്ലിക്കർഡ്. അപ്പോൾ ശരത്കാല ആ സീസണിൽ നിറങ്ങളുടെ, ആ ഇലകളുടെ നിറങ്ങളുടെ തീവ്രതയും ആ തെളിച്ചവും ഊന്നി പറയാനാണ് ഈ ഫ്രേസ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പറയുന്നുണ്ട് എക്രോസ് എ ബാക്ക്ഡ്രോപ്പ് ഓഫ് പൈൻസ്. അപ്പോൾ ഈ സീൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ പൈൻ ഓഫ് ട്രീസ് നല്ല നിരയായിട്ട് നിൽക്കുവാണ് ഈ മരങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. എക്രോസ് എ ബാക്ക്ഡ്രോപ്പ് ഓഫ്
പൈൻസ് ആൻഡ് ഫോക്സസ് ബാക്ക്ഡ് ഇൻ ദ ഹിൽസ്. അപ്പോൾ കുന്നുകൾ ആരാണ് കുരയ്ക്കുന്നത്? ഫോക്സസ്. അതുപോലെ ഡിയർ സൈലൻ്റ്ലി ക്രോസ് ദ ഫീൽഡ്സ്. അപ്പോൾ മാനുകൾ എങ്ങനെയാണ് ആ ഫീൽഡ് ക്രോസ് ചെയ്തത്? നല്ല നിശബ്ദരായിട്ട് ക്രോസ് ചെയ്യുകയാണ്. ഹാഫ് ഹിഡൻ ഇൻ ദ മിസ്റ്റ് ഓഫ് ദ ഫോൾ മോർണിംഗ്സ്. ഈ ഫോൾ മോർണിംഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഓട്ടം സീസണിനെയാണ്. അപ്പോൾ ഫോൾ മോർണിംഗ്സ് എന്ന് പറയുന്ന ആ ഓട്ടം സീസണിൽ ആ രാവിലെയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഡിയർ മാനുകൾ എങ്ങനെയാണ് പോയത്? നിശബ്ദരായി പോയി, സൈലൻ്റായിട്ട് ക്രോസ് ചെയ്തു. അതുപോലെ തന്നെ അവർ കംപ്ലീറ്റ്ലി വിസിബിൾ അല്ല, അവരെ നല്ലോണം നമുക്ക് കാണാൻ ഒക്കത്തില്ല, ക്ലിയർ അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് മൂടിയിരിക്കുകയാണ്. അതാണ് ഹാഫ് ഹിഡൻ ഇൻ ദ മിസ്റ്റ് ഓഫ് ദ ഫോൾ മോർണിംഗ്സ്. എലോങ് ദ റോഡ്സ് ലോറൽ, വൈബർണം ആൻഡ് ഓൾഡർ. വൈബർണം എന്ന് പറയുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. ഓൾഡർ, ഗ്രേറ്റ് ഫേൺസ് ആൻഡ് വൈൽഡ് ഫ്ലവേഴ്സ് ഡിലൈറ്റഡ് ദ ട്രാവലേഴ്സ് ഐ ത്രൂ മച്ച് ഓഫ് ദ ഇയർ. അതായത് റോഡരികളിൽ ലോറൽ, അതുപോലെ വൈബർണം, ആർഡർ എന്നീ മരങ്ങളും അതുപോലെ വലിയ ഫേണുകളും കാട്ടുപൂക്കളും സഞ്ചാരികളുടെ ആ റോഡ് കടന്നു പോകുന്നവരുടെ കണ്ണുകളെ ആനന്ദിപ്പിച്ചു അല്ലെങ്കിൽ സന്തോഷിപ്പിച്ചു. ഈവൻ ഇൻ വിൻ്റർ ദ റോഡ് സൈഡ്സ് വെർ പ്ലേസസ് ഓഫ് ബ്യൂട്ടി. അതായത് വിൻ്റർ സീസണിൽ, അതായത് ശൈത്യകാലത്ത് പോലും വഴിയോരങ്ങൾ മനോഹരമായ സ്ഥലങ്ങളായിരുന്നു. ആരാ അവിടെ വരുന്നത്? വേർ കൗണ്ട്ലെസ് ബേർഡ്സ് കെയിം ടു ഫീഡ് ഓൺ ദ ബെറീസ് ആൻഡ് ഓൺ ദ സീഡ് ഹെഡ്സ് ഓഫ് ദ ഡ്രൈഡ് വീഡ്സ് റൈസിങ് എബവ് ദ സ്നോ. അതായത് ഈ വിൻ്റർ സമയത്ത് പോലും ഫുഡ് സോഴ്സസ് സ്കേഴ്സ് ആയിരിക്കും. അതായത് ഭക്ഷണ സ്രോതസ്സുകൾ കുറവായ ആ ശൈത്യകാലത്ത് പോലും ആരാ വരുന്നത്? എണ്ണമറ്റ പക്ഷികൾ അവിടെ എന്ത് കഴിക്കാൻ വരും? ബെറീസ് കഴിക്കാൻ വരും. അതുപോലെ തന്നെ ഉണങ്ങിയ വീഡ്സ് കഴിക്കാൻ വരും. അപ്പോൾ ഈ ഉണങ്ങിയ വീഡ്സ് കഴിക്കാൻ വരും എന്ന് പറഞ്ഞാൽ വിത്തുകളൊക്കെ കേട് കൂടാതെ അവിടെ ഉണ്ട്, ചില കളകളിൽ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് ആ ശൈത്യകാലത്ത് പോലും. അപ്പം മഞ്ഞു മൂടിയ ഭൂപ്രകൃതിയിൽ ഭക്ഷണം തേടുന്ന പക്ഷികളെയാണ് ഇവിടെ വിവരിക്കുന്നത്. The countryside was in fact famous for the abundance and variety of its bird life, and when the flood of the migrants were pouring through in spring and fall, people traveled from great distance to observe them. അപ്പം വാസ്തവത്തിൽ ആ ഗ്രാമപ്രദേശങ്ങൾ അവിടെയുള്ള പക്ഷികളുടെ സമൃദ്ധിക്കും അതുപോലെ വൈവിധ്യമാർന്ന പക്ഷികൾ വരും അവിടെ. അപ്പോൾ അതിനും പേരുകെട്ടതായിരുന്നു ആ ഒരു ടൗൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വസന്തകാലത്തും ശരത്കാലത്തും ദേശാടന കാലങ്ങളിൽ ദേശാടന പക്ഷികളുടെ വലിയൊരു പ്രവാഹം അവിടെ വരുമായിരുന്നു. അതാണ് അവിടെ പറയുന്നത് വെൻ ദ ഫ്ലഡ് ഓഫ് ദ മൈഗ്രൻസ് വെർ പോറിങ് ത്രൂ ഇൻ സ്പ്രിങ് ആൻഡ് ഫാൾ. അതായത് ഈ ഫ്ലഡ് ഓഫ് ദ മൈഗ്രൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ആ സീസണിൽ ദേശാടന ചെയ്യുന്ന പക്ഷികളുടെ കൂട്ടത്തിനെയാണ്. വെർ പോറിങ് എന്ന് വെച്ചാൽ നിറയെ വരും എന്നാണ് പറയുന്നത്. ആൻഡ് പീപ്പിൾ ട്രാവൽഡ് ഫ്രം ഗ്രേറ്റ് ഡിസ്റ്റൻസസ് ടു ഒബ്സർവ് ദം. അപ്പോൾ ഈ പ്രദേശം ഇങ്ങനെ മൈഗ്രൻസ് പക്ഷികൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ദൂരെ നിന്നും പക്ഷി നിരീക്ഷകരെ ഇല്ലെങ്കിൽ ബേർഡ് വാച്ചേഴ്സ് അവരെയൊക്കെ ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പ്രകൃതിയുടെ ഭംഗി കാണാൻ നിറയെ ആളുകൾ പല പല ഇടങ്ങളിൽ നിന്നും വരാറുണ്ടായിരുന്നു. അതേഴ്സ് കെയിം ടു ഫിഷ് ദ സ്ട്രീം which flowed clear and cold out of the hills. ഇനി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കുന്നുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ആ വെള്ളം എങ്ങനത്തുള്ള വെള്ളമാണ്? തെളിഞ്ഞതും തണുപ്പുള്ളതുമായ വെള്ളം. അത് എവിടെ ഒഴുകിയെത്തും? ആ അരുവികളിലേക്ക് എത്തുമ്പോൾ മീൻ പിടിക്കാനായിട്ട് ചിലരവിടെ വരാറുണ്ട്. ആൻഡ് കണ്ടെയ്ൻ ഷേഡി പൂൾസ് വർ ട്രോട്ട് ലേ. അപ്പം തണൽ നിറഞ്ഞ കുളങ്ങളിൽ ട്രോട്ട് മത്സ്യങ്ങളുടെ കൂട്ടം കാണാൻ വരുന്നത്. സോ ഇറ്റ് ഹാഡ് ബീൻ ഫ്രം ദ ഡേയ്സ് മെനി ഇയേഴ്സ് എഗോ വെൻ ദ ഫസ്റ്റ് സെറ്റിലേഴ്സ് റേസ് ദ ഹൗസസ് സാങ് ദർ വെൽസ് ആൻഡ് ബിൽഡ് ദ ബാൺസ്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ആദ്യത്തെ ഇവിടെ താമസക്കാർ വന്ന സമയത്ത് അവർ വീടുകൾ പണിയുകയും കിണറുകൾ കുഴിക്കുകയും അതുപോലെ കളപ്പുരകൾ നിർമ്മിക്കുകയും ചെയ്ത കാലം മുതൽ ഇതേ ഭൂപ്രകൃതിയുടെ ഭംഗിയും എല്ലാം അതേ സെയിം ആയിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെ ആയിരുന്നു. Then a strange blight crept over the area and everything began to change. അപ്പോൾ ബ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസീസ്, ക്രെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് സ്ലോലി, മൂവ് സ്ലോലി എന്നൊക്കെ പറയാം. അപ്പം ആ പ്രദേശത്ത് ഒരു വിചിത്രമായ രോഗം പടർന്ന് പിടിച്ചു, എല്ലാം മാറിത്തുടങ്ങി. അതാണ് എവറിത്തിങ് ബിഗാൻ ടു ചേഞ്ച്. സം ഈവിൾ സ്പെൽ ഹാഡ് സെറ്റിൽഡ് ഓൺ ദ കമ്മ്യൂണിറ്റി. മിസ്റ്റീരിയസ് മാലഡീസ് എന്ന് പറഞ്ഞാൽ ഡിസീസ് സ്വെപ്റ്റ് ദ ഫ്ലോക്ക് ഓഫ് ചിക്കൻസ്, ദ കാറ്റിൽ ആൻഡ് ഷീപ്പ് സിക്കൻ ആൻഡ് ഡൈഡ്. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ, ആ സൊസൈറ്റിയിൽ ഏതോ ഒരു ദുഷ്ടശക്തി സെറ്റിലായി എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ഈവിൾ സ്പെല്ലിൻ്റെ സാന്നിധ്യം വന്നു. കോഴിക്കുഞ്ഞുങ്ങളെ നിഗൂഢമായ എന്തോ രോഗങ്ങൾ പിടിമുറുക്കി അല്ലെങ്കിൽ പിടികൂടി. അതുപോലെ തന്നെ കന്നുകാലികളും ആടുകൾക്കും എന്ത് സംഭവിച്ചു? അവർ രോഗബാധിതരായി. അത് കഴിഞ്ഞ് അവർ മരിച്ചു.
എവരിവെയർ വാസ് എ ഷാഡോ ഓഫ് ഡെത്ത്. അപ്പോൾ എല്ലായിടത്തും മരണത്തിൻ്റെ നിഴലുണ്ടായിരുന്നു. ദ ഫാമേഴ്സ് സ്പോക്ക് ഓഫ് മച്ച് ഇൽനെസ് എമംഗ് ദെയർ ഫാമിലീസ്. അപ്പോൾ കർഷകർ അവരുടെ കുടുംബങ്ങൾക്കിടയിൽ, അവരുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ നിരവധിയും രോഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇൻ ദ ടൗൺ ദ ഡോക്ടേഴ്സ് ഹാഡ് ബിക്കം മോർ ആൻഡ് മോർ പസിൽഡ് ബൈ ന്യൂ കൈൻഡ്സ് ഓഫ് സിക്നസ് അപ്പിയറിംഗ് എമംഗ് ദ പേഷ്യൻസ്. പട്ടണത്തിൽ എന്താ സംഭവിച്ചത്? പട്ടണത്തിൽ രോഗികളിൽ പുതിയ തരം രോഗങ്ങൾ പിടിച്ചത് കണ്ട് ഡോക്ടർമാർ കൂടുതൽ ആശയക്കുഴപ്പത്തിലായി. ഓക്കെ, there had been several sudden and unexplained deaths, not only among adults but also even among children who would be stricken suddenly while at play and die with a few hours. അപ്പം പെട്ടെന്ന് വിശദീകരിക്കാനാവാത്ത നിരവധി മരണങ്ങൾ ഉണ്ടായി. അതായത് മുതിർന്നവർക്ക് മാത്രമല്ല, കുട്ടികൾക്ക് പോലും മരണങ്ങൾ സംഭവിച്ചു. മേ ബി അവർ കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അസുഖങ്ങൾ ബാധിക്കപ്പെടുകയും അതുപോലെ തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവർ മരിക്കുകയും ചെയ്തു. There was a strange stillness. Strange stillness എന്ന് പറയുമ്പോൾ ഒരു വിചിത്രമായ നിശ്ചലത അവിടെ ഉണ്ടായിരുന്നു. വെച്ചാൽ ആരും ആക്റ്റീവ് അല്ലായിരുന്നു. The birds, for example, where had they gone? അപ്പോൾ ഉദാഹരണത്തിന് പക്ഷികളെ തന്നെ എടുക്കാം. അവർ എവിടേക്കാണ് പോയത്? Many people spoke of them puzzled and disturbed. അപ്പോൾ പലരും അവരെക്കുറിച്ച്, പക്ഷികൾ എവിടേക്കാണ് പോയത് എന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അതുപോലെ മനുഷ്യരാകെ ആശയക്കുഴപ്പത്തിലാവുകയും അല്ലെങ്കിൽ അവർ അസ്വസ്ഥരാവുകയും ചെയ്തു. The feeding stations in the backyards were deserted. Deserted എന്ന് വെച്ച് കഴിഞ്ഞാൽ empty. ഈ ഫീഡിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മുറ്റങ്ങളിൽ, പിൻമുറ്റങ്ങളിലായിരിക്കാം ഈ തീറ്റ കേന്ദ്രങ്ങൾ, അതായത് നമ്മൾ ബേർഡ്സിന് ഫീഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കാണുമല്ലോ, അതെല്ലാം വിജനമായി കാണപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷികളും വന്നില്ല. The few birds seen anywhere were moribund. Moribund എന്ന് വെച്ച് കഴിഞ്ഞാൽ near death. Okay, they trembled violently and could not fly. അതായത് അവിടെ ഇവിടെയൊക്കെ കണ്ട ചുരുക്കം ചില പക്ഷികളെ അവിടെ ഇവിടെയും കാണാമായിരുന്നു. ആ പക്ഷികൾക്ക് എന്ത് സംഭവിച്ചു? ആ പക്ഷികൾ മരണമടഞ്ഞു. അതുപോലെ അവ ശക്തമായി വിറയ്ക്കുകയും അവർക്ക് പറക്കാനും കഴിഞ്ഞില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് വാസ് എ സ്പ്രിംഗ് വിത്തൗട്ട് വോയിസസ്. അതായത് ശബ്ദങ്ങളില്ലാത്ത നിശബ്ദമായ ഒരു വസന്തകാലമായിരുന്നു അത്. ഓൺ ദ മോർണിംഗ്സ് ദാറ്റ് ഹാഡ് വൺസ് ത്രോബ്ഡ് എന്ന് വെച്ചാൽ ആ റെഗുലർ റിതം, ആ റെഗുലർ സൗണ്ട് വിത്ത് ദ ഡോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ, പ്രഭാതം. കോറസ് ഓഫ് റോബിൻസ്, catbirds, doves, jays, wrens and scores of other birds' voices. There was now no sound. Only silence lay over the fields and woods and marsh. ഇതിൽ പറയുന്നുണ്ട് വൺസ് ത്രോബ്ഡ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഈ പക്ഷികളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പക്ഷികളൊക്കെ പ്രഭാതം ആകുമ്പോൾ ഒരേ കോറസിൽ അവിടെ പാടിക്കൊണ്ടിരുന്ന ഈ പക്ഷികളുടെ സ്വരമൊന്നും ഇപ്പോൾ അവിടെ കേൾക്കുന്നില്ല. ഓൺലി സൈലൻസ് ലേ ഓവർ ദ ഫീൽഡ്സ് ആൻഡ് വുഡ്സ് ആൻഡ് മാർഷ്. അത് വയലുകളിലും കാടുകളിലും ചതുപ്പിലും ഇപ്പോൾ എന്തുമാത്രം നിശബ്ദത മാത്രമേ ഉള്ളൂ. On the farms, the hens brooded, but no chicks hatched. കുഞ്ഞുങ്ങൾ വിരിഞ്ഞില്ല. The farmers complained that they were unable to raise any pigs. The litters were small and the young survived only a few days. അതായത് പന്നികളെ വളർത്താൻ കഴിയുന്നില്ലെന്ന് ആര് പരാതിപ്പെട്ടു? കർഷകർ പരാതിപ്പെട്ടു. കാരണം എന്താ? കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ അതിജീവിച്ചുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മരിച്ചുപോയി. The apple trees were coming into bloom, but now bees droned among the blossoms, so there was no pollination and be no fruit. അതുപോലെ തന്നെ ആപ്പിൾ മരങ്ങൾ പൂത്തു തുടങ്ങിയിരിക്കുന്നു, പക്ഷേ ആര് വന്നില്ല? തേനീച്ചകൾ വന്നില്ല. അതുകൊണ്ടൊന്നും പൂക്കൾക്കിടയിൽ തേനീച്ച പറക്കാതിരുന്നത് കൊണ്ടും ആ പരാഗണം നടന്നില്ല. അതുപോലെ ഫലവും ഉണ്ടായില്ല. The roadsides, once so attractive, were now lined with brown and withered vegetation as though swept by fire. അപ്പോൾ ഒരു കാലത്ത് വളരെ ആകർഷമായിരുന്ന, അട്രാക്റ്റീവായിരുന്ന വഴിയോരങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? തവിട് നിറത്തിലുള്ളതും ഉണങ്ങിയതുമായ സസ്യജാലങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വിതേർഡ് വെജിറ്റേഷൻ, ബ്രൗൺ ആൻഡ് വിതേർഡ് വെജിറ്റേഷൻ ഉദ്ദേശിക്കുന്ന ആ പ്ലാന്റിൻ്റെ ഫ്രഷ്നെസ് എല്ലാം പോയി എനർജറ്റിക് ഇല്ലാതെ ഓൾമോസ്റ്റ് ഡെഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ്. അതൊരു സ്വെപ്റ്റ് ബൈ ഫയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ ഉണ്ട്, സിമിലി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെൻസ് ഓഫ് ഡിസ്ട്രക്ഷന് ഇൻറ്റൻസിറ്റി കാണിക്കുന്നതാണ് ആ സ്വെപ്റ്റ് ബൈ ഫയർ എന്ന് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. These two were silent, deserted by all living things. Even the streams were now lifeless. Anglers no longer visited them, for all the fish had dead. അതായത് അരുവികൾ, സ്ട്രീംസ് പോലും ഇപ്പോൾ എങ്ങനെയാണ്? നിർജീവമായിരിക്കുകയാണ്, ലൈഫ്ലെസ്. എന്തുകൊണ്ടാണ്? ഫിഷർ
ഫിഷർമെൻ, അതായത് ആംഗ്ലേഴ്സ് എന്ന് പറയുമ്പം ഹൂക്കും ഫിഷിംഗ് ലൈനും വെച്ച് ഫിഷിംഗ് നടത്തുന്ന ആളുകളെയാണ് ആംഗ്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മത്സ്യത്തൊഴിലാളികളും തന്നെ എടുക്കാം. ആംഗ്ലേഴ്സ് ഒന്നും ആ സ്ട്രീം വിസിറ്റ് ചെയ്തില്ല. കാരണം എന്താണ്? ഫിഷസ് എല്ലാം ഡെഡ് ആയതുകൊണ്ട്. ഇൻ ദ ഗട്ടേഴ്സ്, അണ്ടർ ദ ഈവ്സ് ആൻഡ് ബിറ്റ്വീൻ ദ ഷിംഗിൾസ് ഓഫ് റൂഫ്, ഷിംഗിൾ എന്ന് പറയുമ്പോൾ ഒരു വുഡൻ ടൈൽ, റൂഫിന് യൂസ് ചെയ്യുന്ന ആ വുഡൻ ടൈലിനെയാണ് പറയുന്നത്. എ വൈറ്റ് ഗ്രാനുലർ പൗഡർ സ്റ്റിൽ ഷോഡ് എ ഫ്യൂ പാച്ചസ്. എന്താ അവിടെയെല്ലാം കണ്ടത്? ഗട്ടറുകളിലും ഈവ്സും ഈ മേൽത്തട്ടുകളിലും മേൽക്കൂരകളിലും എല്ലാം എന്താ കണ്ടത്? ഒരു അൺനാച്ചുറൽ സബ്സ്റ്റൻസ്, ഒരു പെസ്റ്റിസൈഡിൻ്റെ ആ പൗഡറാണ് എല്ലായിടത്തും ആ ഒരു ഫ്യൂ പാച്ചസ് കണ്ടു. Some weeks before it had fallen like snow upon the roofs and lawns and fields and stream. അപ്പോൾ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് മേൽക്കൂരകളിലും പുൽത്തകിടുകളിലും അതുപോലെ വയലുകളിലും അരുവികളിലും മഞ്ഞ് പോലെ ഇത് വീണ് കാണപ്പെട്ടു. No witchcraft, no enemy action had silenced the rebirth of new life in the stricken world. അപ്പം ഒരു വിച്ച് ക്രാഫ്റ്റിൻ്റെ പ്രവർത്തനം കാരണമോ അത് മന്ത്രശക്തി മൂലമോ ഇല്ലെങ്കിൽ ശത്രുവിൻ്റെ പ്രവർത്തനം മൂലമോ അല്ല ഇങ്ങനെ സംഭവിച്ചത്. ദ പീപ്പിൾ ഹാഡ് ഡൺ ഇറ്റ് ദംസെൽസ്. ആളുകൾ സ്വയം ചെയ്ത എന്തോ ഒരു പ്രവൃത്തി കാരണമാണ്. അത് നിരാശയുടെയും നാശത്തിൻ്റെ ശക്തമായ ഒരു ചിത്രം കാണിക്കുന്നു. അതുപോലെ ആ ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആയി. ഒരു ബാരൻ ലാൻഡ്, അതായത് തരിശായി കിടക്കുകയാണ്. അത് കാട്ടുതീക്ക് ശേഷമുള്ള ഒരു സീൻ പോലെയാണ് ആ ബാരൻ ലാൻഡിനെ ഉപമിച്ചിരിക്കുന്നത്. അതാണ് ബ്രൗൺ ആൻഡ് വിതേർഡ് വെജിറ്റേഷൻ എന്ന് പറയുന്നത്. അതുപോലെ പക്ഷികളുടെ പാട്ടില്ലാതായി, അതുപോലെ മൃഗങ്ങളും സസ്യങ്ങളും അപ്രത്യക്ഷമായി. അതാണ് പറയുന്നത് ദീസ് ടു വെർ സൈലന്റ് ഡിസേർട്ടഡ് ബൈ ഓൾ ലിവിങ് തിങ്സ്. അതുപോലെ അരുവികൾ പോലും നിർജീവമായി. മത്സ്യത്തൊഴിലാളികൾ പിന്നെ അരുവിൽ സന്ദർശിച്ചില്ല. എന്തുകൊണ്ട്? മത്സ്യങ്ങൾ ചത്തിരുന്നു. This town does not actually exist, but it might easily have 1,000 counterparts in America or elsewhere in the world. അപ്പം റേച്ചൽ കാർസൺ പറയുകയാണ് ഈ പട്ടണം യഥാർത്ഥത്തിൽ നിലവിലില്ല എന്നതിന് അർത്ഥം ഈ പട്ടണം ഒരു യഥാർത്ഥ സ്ഥലമല്ല, മറിച്ച് ഒരു സാങ്കല്പികമായി നിർമ്മിച്ചതോ ഒരു ഇമാജിനേഷൻ, കഥയോ ആശയമോ ആണ്. എന്നാൽ ലോകമെമ്പാടുമുള്ള നിരവധി യഥാർത്ഥ പട്ടണങ്ങൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഇങ്ങനെ സംഭവിച്ചേക്കാം എന്നാണ് റേച്ചൽ കാർസൺ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. I know of no community that has experienced all the misfortunes I describe. അതായത് ഞാൻ വിവരിക്കുന്ന ഈ എല്ലാ ദുരിതങ്ങളും അനുഭവിച്ച ഒരു സമൂഹത്തെ എനിക്കറിയില്ല. Yet every one of these disasters has actually happened somewhere, and many real communities have already suffered a substantial number of them. എന്നിരുന്നാലും റേച്ചൽ കാർസൺ പറയുകയാണ് ഈ ദുരന്തങ്ങളിൽ ഓരോന്നും ഏതെങ്കിലും ഒന്നെങ്കിലും യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. അത് പരിസ്ഥിതി ദുരന്തങ്ങളാൽ ബാധിക്കപ്പെട്ടാവുന്ന ഒരു സാങ്കല്പിക പട്ടണങ്ങളെയും അല്ലെങ്കിൽ സമൂഹങ്ങളെയും കാർസൺ വിവരിക്കുന്നതിലൂടെ ഈ ദുരന്തങ്ങൾ വെറും സാങ്കല്പികമല്ലെന്നും അവ ചില സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് തുടർന്ന് സംഭവിക്കുന്നുണ്ടാകാം എന്നും ഊന്നി പറയുകയാണ് റേച്ചൽ കാർസൺ ഇവിടെ. A grim spectre has crept upon us almost unnoticed, and this imagined tragedy may easily become a stark reality we all shall know. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അശുഭകരമായ ഒരു ഭീഷണി നിശബ്ദമായും ക്രമേണയും പിടിമുറുക്കിയിരിക്കുന്നു. അത് വലിയ തോതിൽ പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാം. അത് ഈ സാങ്കല്പിക ദുരന്തം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കടുത്ത യാഥാർത്ഥ്യമായി മാറിയേക്കാം എന്നാണ് റേച്ചൽ കാർസൺ പറയുന്നത്. What had already silenced the voices of spring in countless towns in America? ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അമേരിക്കയിലെ എണ്ണമറ്റ പട്ടണങ്ങളിൽ വസന്തത്തിൻ്റെ ശബ്ദങ്ങളെ, വോയിസ് ഓഫ് സ്പ്രിംഗ്, ഇതിനകം നിശബ്ദമാക്കിയത് എന്താണ്? This book is an attempt to explain. ഈ പുസ്തകം അതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ള ഒരു ശ്രമമാണ്. കീടനാശിനികളുടെ അപകടത്തെക്കുറിച്ച് പൊതുജന അവബോധം, ഒരു പബ്ലിക് അവയർനെസ് വളർത്താൻ വേണ്ടിയാണ് റേച്ചൽ കാർസൺ ഈ ഫേബിൾ ഫോർ ടുമോറോ എന്ന തൻ്റെ വർക്ക് എഴുതിയിരിക്കുന്നത്. I hope you are clear with this explanation. Thank you.